ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പ്രതാപൻ മാജിക് ബോക്സിന്റെ കാര്യം പ്രഭാവതിയോട് ചെന്ന് പറയുകയാണ്. ഞാൻ കണ്ടതാ ചേച്ചി, ആ പാർവതി വിശാലിന്റെ മുറിയിലേക്ക് അതും കൊണ്ട് ചെല്ലുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളത് വിശാലിന് കൊടുക്കുകയും ചെയ്തു. ഇത് കേൾക്കുന്ന പ്രഭാവതി ഒരു ഞെട്ടലോടെ പ്രതാപനെ നോക്കുകയാണ്. പ്രതാപ, അതെങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ വരണം. നീ ഒരു കാര്യം ചെയ്, നീ ചെന്ന് അത് വിശാലിന്റെ മുറിയിൽ നിന്നും എടുത്തുകൊണ്ട് വരണം. ഇത് കേൾക്കുന്ന പ്രതാപൻ ചോദിക്കുകയാണ്, എന്ത് മോഷണമോ? പണ്ടത്തെ പോലെ എനിക്ക് മോഷ്ടിക്കാനൊന്നും ആകില്ല ചേച്ചി. എൻ്റെ ബോഡിയെ അത്ര ഫ്ലെക്സിബിൾ ഒന്നുമല്ല. അതെ, അതൊക്കെ മതി. നീയേ മര്യാദയ്ക്ക് പോയത് എടുത്തുകൊണ്ട് വാ. പിന്നെ നിനക്കറിയാവുന്ന കാര്യമാണല്ലോ, ആ മാജിക് ബോക്സ് എങ്ങാനും പുറത്തു വന്നാൽ നമ്മുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ തീരുമാനമാകും. അധികം വൈകാതെ നമുക്ക് രണ്ടുപേർക്കും ജയിലിൽ കിടന്ന് ഉണ്ട തിന്നുകയും ചെയ്യാം. പ്രതാപ, നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഗായത്രി ദേവി മരിക്കുന്നതിന് മുമ്പ് ഈ ബോക്സ് സുരക്ഷിതമായി വീട്ടിലെത്തിക്കാനാ ശ്രമിച്ചത്. അതിന്റെ അർത്ഥം അതിന്റെ ഉള്ളിൽ എന്തോ ഒരു രഹസ്യമുണ്ടെന്നാണ്. നമ്മളെ ഭസ്മമാക്കാൻ മാത്രം വീര്യമുള്ള എന്തോ ഒരു രഹസ്യം. ശരി ചേച്ചി, ഇപ്പോഴാണ് എനിക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായത്. ഞാൻ എന്താണെങ്കിലും വിശാലിന്റെ മുറിയിൽ നിന്നും ആ മ്യൂസിക് ബോക്സ് എടുത്തുകൊണ്ടുവരാം. അത്രയും പറഞ്ഞ് പ്രഭാവതിക്ക് വാക്ക് നൽകുകയാണ് പ്രതാപൻ. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്ന പ്രഭാവതി ഉറങ്ങുന്നതാണ്. അതേസമയം കറുത്ത വേഷമണിഞ്ഞ് ഹെൽമറ്റൊക്കെ വെച്ച ഒരാള് പ്രഭാവതിയുടെ മുറിയിലേക്ക് വരികയാണ്. പെട്ടെന്ന് അയാളുടെ കൈതട്ടി അവിടെയുള്ള സ്പ്രേ ബോട്ടിൽ താഴേക്ക് വീഴുമ്പോൾ ഞെട്ടി ഉണരുന്ന പ്രഭാവതി അയാളെ കണ്ട് അലറി ബഹളമുണ്ടാക്കുകയാണ്. മിണ്ടല്ലേ ചേച്ചി, ഇത് ഞാനാ പ്രതാപൻ എന്ന് പറഞ്ഞ് പ്രതാപൻ ഹെൽമറ്റ് ഊരി കാണിക്കുന്നു. മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ, എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. ചേച്ചിക്ക് ഇവിടെ കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലോ, അടി കൊള്ളാൻ പോകുന്നത് ഞാനാണ് എന്ന് പ്രതാപൻ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, എന്തൊക്കെ സംഭവിച്ചാലും ശരി, നീ എന്താണെങ്കിലും ആ മാജിക് ബോക്സ് കൈക്കലാക്കിയിരിക്കണം. നീ എന്താണെങ്കിലും ഇവിടെ നിൽക്ക്, ഞാൻ പോയി ഫ്യൂസ് വരാം. അങ്ങനെ പ്രഭാവതി ചെന്ന് ഫ്യൂസ് ഊരുകയാണ്. അതേസമയം പ്രതാപൻ പാറുവിന്റെ മുറിയുടെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ പാറു ആ മാജിക് ബോക്സ് ശ്രദ്ധിക്കുന്നു. വിശാൽ സാർ പറഞ്ഞതുപോലെ ഇതിനിയും എന്റെ കയ്യിൽ വെക്കേണ്ട, മുത്തശ്ശിന്റെ കയ്യിൽ തന്നെ കൊണ്ടു കൊടുക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് മാജിക് ബോക്സും എടുത്തുകൊണ്ട് പാറു ശേഖറിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഇത് കേൾക്കുന്ന പ്രതാപം പറയുകയാണ്, നന്ദിയുണ്ട് പാർവതി, നീ എന്താണെങ്കിലും എന്റെ പണി എളുപ്പമാക്കിയിട്ടുണ്ട്. നിന്റെയൊക്കെ മുറിയിൽ നിന്നും ആ മാജിക് ബോക്സ് പൊക്കുന്നതേ റിസ്ക്കുള്ള പണിയാണ്. എന്നാൽ കണ്ണ് കാണാത്ത അയാളുടെ മുറിയിൽ നിന്നും മാജിക് ബോക്സ് എടുക്കുന്നതേ സിമ്പിളായ കാര്യമാ. അങ്ങനെ പാറു മാജിക് ബോക്സുമായിട്ട് ശേഖറിന്റെ മുറിയിൽ എത്തിയിരിക്കുകയാണ്. ആരാ വന്നതെന്ന് ശേഖർ ചോദിക്കുമ്പോൾ, ഞാനാ മുത്തശ്ശ. എന്താ ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ എന്ന് പാറു ചോദിക്കുന്നു. മോള് വരുന്നത് മുത്തശ്ശന് സന്തോഷമാ. കറണ്ട് ഇല്ലാത്തത് കൊണ്ടാണോ മുത്തശ്ശൻ ഉറങ്ങാഞ്ഞത് എന്ന് പാറു ചോദിക്കുമ്പോൾ, കണ്ണില്ലാത്തവന് എന്ത് കറണ്ട് മോളെ എന്ന് ശേഖർ ചോദിക്കുന്നു. മുത്തശ്ശൻ ഒന്നും വിഷമിക്കണ്ട, ഇനിയുള്ള ജീവിതം മുത്തശ്ശൻ്റെത് കെങ്കേമമായിരിക്കും. മുത്തശ്ശൻ ആഗ്രഹിച്ച കാര്യങ്ങളും എല്ലാം തന്നെ നടക്കും. ഇത് കേൾക്കുന്ന ശേഖർ മനസ്സിൽ പറയുകയാണ്, എന്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, പ്രഭാവതിയുടെ നാശം. അതേസമയം വിശാല മുറിയിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. ഈ ജനറേറ്റർ ഓണാക്കാൻ ഇവിടെ ആരുമില്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശാല് താഴേക്ക് ചെല്ലുകയാണ്. അതേസമയം കയ്യിലൊരു വിളക്കുമായിട്ട് പല്ലവി മുറിയുടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇത് ആ ജാസ്മിന്റെ മുറിയാണെന്ന് തോന്നുന്നു. വല്ലാത്ത സെന്റിന്റെ മണം തന്നെ. രാത്രിയും ഇവരൊക്കെ മേക്കപ്പ് ഇട്ടാണ് ഉറങ്ങുന്നതെന്ന് ജാസ്മിന്റെ മുറിയിലേക്ക് നോക്കിയിട്ട് പല്ലവി പറയുകയാണ്. അപ്പോഴാണ് തന്റെ ഫോൺ ചാർജിനിട്ട കാര്യം ജാസ്മിൻ ഓർമ്മ വരുന്നത്. ആന്റി, എന്റെ കൂടെ ഒന്ന് താഴേക്ക് വരാമോ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ, ഈ വെബ് സീരീസ് കഴിയാതെ ഞാൻ എന്താണെങ്കിലും വരില്ലെന്ന് സുശീലയും പറയുന്നു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ജാസ്മിൻ താഴേക്ക് പോവുകയാണ്. അതേസമയം ജാസ്മിൻ ആണെന്ന് കരുതി തന്റെ വിപിനെ തട്ടിയെടുക്കാൻ നോക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് പല്ലവി സുശീലയെ ഇരുട്ടടി അടിക്കുകയാണ്. ജാസ്മിൻ അങ്ങോട്ടേക്ക് വരുന്നത് കാണുമ്പോൾ പെട്ടെന്ന് ജാസ്മിന്റെ തലയിലേക്ക് ആ പുതപ്പിട്ടിട്ട് പല്ലവി അവിടെ നിന്ന് ഓടുന്നു. തുടർന്ന് സുശീല ചോദിക്കുകയാണ്, നീ എന്തിനടി എന്നെ ഇങ്ങനെ അടിച്ചത്? ഞാൻ ആന്റി അടിച്ചൊന്നുമില്ല, ആന്റിക്ക് വെബ് സീരീസ് കണ്ട് മുഴുവട്ടായതാണെന്ന് ജാസ്മിൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പാറുവിനെ ശേഖറിനെയുമാണ്. പാറു പറയുകയാണ്, മുത്തശ്ശ, ഞാൻ മുത്തശ്ശന് ഒരു സൂത്രം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ അത്താഴം കഴിച്ചതാണല്ലോ, മോൾ എന്താ മുത്തശ്ശന് കൊണ്ടുവന്നത് എന്ന് ശേഖർ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, മുത്തശ്ശൻ പറഞ്ഞില്ലായിരുന്നോ ആ മാജിക് ബോക്സ് മുത്തശ്ശനൊന്ന് തൊട്ടു നോക്കണമെന്ന്? ഞാൻ ആ മാജിക് ബോക്സുമായിട്ടാ വന്നിരിക്കുന്നത്. ചെറിയമ്മയുടെ അടുത്തുനിന്നാ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. വിശാൽ സാർ അടുത്ത് ഞാനിത് കൊടുക്കാൻ ചെന്നപ്പോൾ വിശാൽ സാറാ പറഞ്ഞത് ഇത് മുത്തശ്ശനെ ഏൽപ്പിച്ചാൽ മതിയെന്നും മുത്തശ്ശന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്നും. മുത്തശ്ശൻ ഇത് ഭദ്രമായിട്ട് സൂക്ഷിക്കുമല്ലോ എന്ന് പാറു ചോദിക്കുമ്പോൾ, എന്റെ ജീവൻ കളഞ്ഞും ഞാനിതിനെ സൂക്ഷിക്കുമെന്ന് ശേഖർ പറയുന്നു. ശേഖർ ആ മാജിക് ബോക്സ് തന്റെ ബാഗിലേക്ക് വെക്കാൻ പാറുവിനോട് പറയുന്നു. തിരിച്ച് അലമാരിയിലേക്ക് ബാഗ് വെക്കട്ടെ എന്ന് ശേഖറിനോട് പാറു ചോദിക്കുമ്പോൾ, ഉണ്ടെന്നും ഇവിടെ വെച്ചേക്കാനും ശേഖർ പറയുന്നു. അങ്ങനെ ഭദ്രമായി സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ് പാറു അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ശേഖർ മാജിക് ബോക്സ് എടുത്ത് കയ്യിലേക്ക് പിടിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പ്രതാപം വരികയും ആ മാജിക് ബോക്സ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഉദയനൂരമ്മേ, അന്ധനായി എനിക്ക് മിതികളൊക്കെ ഉണ്ട്. ഗായത്രിയമ്മയുടെ രഹസ്യം അമ്മ തന്നെ സൂക്ഷിക്കണേ എന്ന്
ഉദയനൂരമ്മയോട് പ്രാർത്ഥിക്കുകയാണ് ശേഖർ. ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് അരികിലേക്ക് ചെന്ന് പ്രതാപൻ ആ ബോക്സ് കാട്ടിയിട്ട് പറയുകയാണ്, കണ്ടില്ലേ, ഇതിപ്പോ ഞങ്ങളുടെ കയ്യിലാ. ഇനി നിന്റെ രഹസ്യം എങ്ങനെ പുറത്തറിയുമെന്ന് എനിക്കൊന്ന് കാണണം. അങ്ങനെ പ്രതാപൻ പ്രഭാവതിയുടെ മുറിയിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ പാറു പ്രതാപനെ കാണുകയും താഴേക്ക് വരികയും ചെയ്യുന്നു. പാറു അവിടേക്ക് നോക്കുന്നുണ്ടെങ്കിലും പ്രതാപനെ കാണാൻ സാധിക്കുന്നില്ല. എനിക്ക് തോന്നിയതാകുമെന്ന് പറഞ്ഞുകൊണ്ട് പാറു തന്റെ മുറിയിലേക്ക് പോകുന്നു. പെട്ടെന്ന് തന്നെ പ്രതാപൻ കതക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പാറു അത് കാണുകയും പുറകെ ഓടി ചെല്ലുകയും ചെയ്യുന്നു. അതേസമയം ശേഖറും മുറിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ആരവിടെയെന്ന് പാറു ചോദിക്കുമ്പോൾ ഒരു ഞെട്ടലോടെ അവിടെ നിൽക്കുകയാണ് പ്രതാപൻ. കൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.